എല്ലാവർക്കും നമസ്തേ. സമ്മിക് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ പഞ്ചനിവാരണങ്ങളിൽ 5-ാമതായിട്ട് വരുന്നതാണ് സംശയം അല്ലെങ്കിൽ ഇഗ്നോറൻസ്, അവിദ്യ എന്നൊക്കെ നമ്മൾ പറയാറുള്ള കാര്യം. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ഈ സംശയങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കാറുണ്ട് അല്ലേ. പക്ഷെ നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഈ തടസ്സമായിട്ട് വരുന്ന സംശയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് അറിവുണ്ട്, അറിവിന്റെ കുറവ് കൊണ്ടല്ല നമുക്ക് ഈ സംശയം വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു റിയാലിറ്റി നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ വേറെ ഒരു ഇല്യൂഷനിലായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്താറുണ്ട്. നമ്മളിൽ തന്നെ പല കഴിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ, നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ലാതെ, കാരണം നമ്മളെ തന്നെ ഓരോ കാര്യത്തിൽ ഇങ്ങനെ സംശയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ, ഓക്കെ അപ്പം അതേപോലെ തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം ചെയ്താലായിരിക്കുമോ പ്രയോജനപ്പെടുന്നത്. നമുക്കൊരിക്കലും നമ്മളുടെ കഴിവിൽ പോലും വിശ്വാസമില്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരു കുടുംബം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് ഒരു ഉയർച്ചയോട്ടാവാതെ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോലും ആ ഒരു ഇത്തരത്തിലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ടീമും ഒരിക്കലും അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മളെ തന്നെ സംശയത്തിന്റെ ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മളിവിടെ ഡൗട്ട് അല്ലെങ്കിൽ ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്.